Hi all, today we will discuss about a simple model of computer. Okay, so ഈ ഒരു ബ്ലോക്ക് ഡയഗ്രാം അതിൽ ബേസിക് യൂണിറ്റ്സ് ഓഫ് എ കമ്പ്യൂട്ടർ ആണ് പറഞ്ഞിരിക്കുന്നത്. സോ ഫസ്റ്റ് വൺ ഈസ് ഇൻപുട്ട് യൂണിറ്റ്. ഇൻപുട്ട് യൂണിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ കീബോർഡ്, മൗസ്, സ്കാനർ, ഓക്കെ, എന്നൊക്കെയാണ് ഇൻപുട്ട് യൂണിറ്റ് എന്ന് പറയുന്നത്. വേറെ സ്റ്റോറേജ് യൂണിറ്റ്. സ്റ്റോറേജ് യൂണിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊക്കെയാണ്? പ്രൈമറി സ്റ്റോറേജും സെക്കൻഡറി സ്റ്റോറേജും. പ്രൈമറി സ്റ്റോറേജിൽ വരുന്നതാണ് നമ്മളുടെ റാൻഡം ആക്സസ് മെമ്മറി. സെക്കൻഡറി സ്റ്റോറേജിൽ വരുന്നതാണ് നമ്മളുടെ ഫോർ എക്സാമ്പിൾ എന്താണ് ഹാർഡ് ഡിസ്ക് സെക്കൻഡറി സ്റ്റോറേജ് ആണ്. ദെൻ വരുന്നത് സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ് CPU എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ബ്രെയിൻ ഓഫ് കമ്പ്യൂട്ടർ ആണെന്ന്. സോ അതിൽ വരുന്ന രണ്ട് പാർട്സാണ് എന്ത്? അരിത്തമാറ്റിക് ആൻഡ് ലോജിക് യൂണിറ്റും കൺട്രോൾ യൂണിറ്റും. ദെൻ ഔട്ട്പുട്ട് യൂണിറ്റ്. ഓക്കെ, ഔട്ട്പുട്ട് യൂണിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോണിറ്റർ അല്ലെങ്കിൽ പ്രിൻ്റർ, ഇതൊക്കെ ഔട്ട്പുട്ട് ഡിവൈസുകളാണ്. അതാണ് ഔട്ട്പുട്ട് യൂണിറ്റ് എന്ന് പറയുന്നത്. സോ നമ്മൾ കൊടുക്കുന്ന ആ ഒരു ഡേറ്റ, ഓക്കെ, നമ്മൾ സിസ്റ്റത്തിലേക്ക് ഡേറ്റ കൊടുക്കുന്നത് ഏത് വഴിയാണ്? ഇൻപുട്ട് യൂണിറ്റ് വഴിയാണ്. ഫോർ എക്സാമ്പിൾ അത് കീബോർഡ് ആവാം, സ്കാനർ ആവാം. ഓക്കെ, അപ്പോൾ നമ്മൾ പബ്ലിക് എക്സാമിനൊക്കെ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. എന്താണ്? ഇൻപുട്ട് യൂണിറ്റിലേക്ക് നമ്മൾ കൊടുക്കുന്നത് ഡേറ്റയാണോ ഇൻഫോർമേഷൻ ആണോ, അല്ലെങ്കിൽ ഡേറ്റയും ഇൻഫോർമേഷനും ആണോ? ഓക്കെ, അപ്പം നമ്മളുടെ ആൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഡേറ്റയാണ്. നമ്മൾ കീബോർഡിലേക്ക് നമ്മൾ കീബോർഡ്, അതായത് ഇൻപുട്ട് യൂണിറ്റ് വഴി സിസ്റ്റത്തിലേക്ക് കൊടുക്കുന്നത് എന്താണ്? ഡേറ്റയാണ്. അത് പ്രോസസ്സ് ചെയ്തിട്ട് ഏറ്റവും ലാസ്റ്റ് നമുക്ക് കിട്ടുന്നതാണ് എന്ത്? ഇൻഫോർമേഷൻ എന്ന് പറയുന്നത്. ഔട്ട്പുട്ടായിട്ട് നമുക്ക് കിട്ടുന്നതാണ് ഇൻഫോർമേഷൻ. നമ്മൾ കൊടുക്കുന്നത് ഡേറ്റയും ഇൻപുട്ട് ചെയ്യുന്നത് ഡേറ്റയും ഔട്ട്പുട്ട് ചെയ്യുന്നത് എന്താണ്? ഇൻഫോർമേഷനുമാണ്. അത് ഓർത്തിരിക്കുക കേട്ടോ. ഓക്കെ, സോ നമ്മളുടെ ഡേറ്റ എന്താണ്? ഏതെങ്കിലും ഇൻപുട്ട് യൂണിറ്റ് അല്ലെങ്കിൽ ഇൻപുട്ട് ഡിവൈസ് വഴി എങ്ങോട്ട് കൊടുത്തു? നമ്മൾ സ്റ്റോറേജ് യൂണിറ്റിലേക്ക് കൊടുത്തു. സ്റ്റോറേജ് യൂണിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു റീഡ് ചെയ്ത കാര്യം, കീബോർഡ് വഴിയാണെങ്കിൽ അങ്ങനെ, സ്കാനർ വഴിയാണെങ്കിൽ അങ്ങനെ, ആ റീഡ് ചെയ്ത കാര്യം എവിടെയാണ് പോവുക? റാമിലാണ് പോയി ഫസ്റ്റ് സ്റ്റോർ ആവുക. റാൻഡം ആക്സസ് മെമ്മറി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ. എല്ലാ ആക്റ്റീവായിട്ടുള്ള കാര്യങ്ങളും ഉണ്ടായിരിക്കുക എവിടെയായിരിക്കും? പ്രൈമറി സ്റ്റോറേജിലായിരിക്കും. ബട്ട് റാം എന്ന് പറയുന്നത് എന്താണ്? വോളട്ടൈൽ മെമ്മറിയാണ്. വോളട്ടൈൽ മെമ്മറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? എപ്പോഴാണോ പവർ ഓഫ് ആവുന്നത് അപ്പം നമ്മൾ ആ റാമിലുള്ള എല്ലാ ഡേറ്റയും എന്താവും? ലോസ് ആവും. ഓക്കെ, സോ അതിനാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? സെക്കൻഡറി സ്റ്റോറേജ് യൂസ് ചെയ്യുന്നത്. അതായത് നമ്മളുടെ ഫോർ എക്സാമ്പിൾ ഹാർഡ് ഡിസ്ക് എന്താണ്? നമ്മളുടെ ഡേറ്റയൊക്കെ നമുക്ക് സ്റ്റോർ ചെയ്യാൻ, നമ്മൾ പെർമനൻ്റായിട്ട് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? സെക്കൻഡറി സ്റ്റോറേജ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ പിന്നെ എന്താണ്? കൺട്രോൾ യൂണിറ്റ് നമ്മൾ പറഞ്ഞു, സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ് നമ്മൾ പറഞ്ഞു, അരിത്തമാറ്റിക് യൂണിറ്റ് ആൻഡ് കൺട്രോൾ യൂണിറ്റ്. ഇപ്പം നമ്മൾ കൊടുക്കുന്ന ഡേറ്റയ്ക്ക് അനുസരിച്ചിട്ടാണ് ഇവിടെ വർക്ക്, അതായത് അരിത്തമാറ്റിക് ഓപ്പറേഷൻസ് ഒക്കെ പെർഫോം ചെയ്യുക. അതായത് അഡീഷൻ, ഇപ്പം നമ്മൾ കൊടുക്കുന്ന ഡേറ്റ രണ്ട് നമ്പർ തമ്മിൽ ആഡ് ചെയ്തിട്ട് അതിൻ്റെ റിസൾട്ടാണ് നമുക്ക് കിട്ടേണ്ടത്. ഇപ്പം ഫോർ എക്സാമ്പിൾ 2ഉം 3ഉം ആണ് നമ്മൾ കൊടുത്ത ഡേറ്റ. അപ്പോൾ അത് കീബോർഡ് വഴി എങ്ങോട്ടെത്തും? പ്രൈമറി മെമ്മറിയിലേക്ക് എത്തും. ഓക്കെ, ദെൻ അവിടെ നിന്ന് അതെങ്ങോട്ട് പോവും? CPU സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റിൽ പോവും. ഏത് വഴിയാണ് അത് പോവുക? കൺട്രോൾ യൂണിറ്റ് വഴി എങ്ങോട്ടെത്തും? അരിത്തമാറ്റിക് ലോജിക് യൂണിറ്റിൽ എത്തും. ഓക്കെ, സോ അരിത്തമാറ്റിക് ലോജിക് യൂണിറ്റിലാണ് അപ്പോൾ എന്തൊക്കെ നടത്തുന്നത്? അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ, ഓക്കെ, എല്ലാ ഓപ്പറേഷനും. പിന്നെ കമ്പാരിസൺ ഓപ്പറേഷൻ, അതായത് ലെസ് ദാൻ, ഗ്രേറ്റർ ദാൻ എന്നീ എല്ലാ ഓപ്പറേഷൻസും നടത്തുന്നത് എവിടെ വെച്ചിട്ടാണ്? ഈ അരിത്തമാറ്റിക് ആൻഡ് ലോജിക് യൂണിറ്റിൽ വെച്ചിട്ടാണ്. ഓക്കെ, കൺട്രോൾ യൂണിറ്റിൽ എന്താ ചെയ്യുന്നത്? ഇതിൻ്റെ ആ ഒരു ഓപ്പറേഷൻ്റെ സീക്വൻസ്, ഓക്കെ, അതൊക്കെ മാനേജ് ചെയ്യുന്നത് എന്താണ്? കൺട്രോൾ യൂണിറ്റ്. ആ സീക്വൻസ് ഏത് രീതിയിലായിരിക്കണം അതിൻ്റെ വർക്കിംഗ്, ഓപ്പറേഷൻസ് വർക്ക് ചെയ്യേണ്ടത് എന്നൊക്കെ പറയുന്നത് ആരാണ്? കൺട്രോൾ യൂണിറ്റാണ്. ഓക്കെ, ദെൻ ഇപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പം നമ്മൾ 2+3 ആഡ് ചെയ്തിട്ടുള്ള ആ ഒരു 5 എന്ന് പറഞ്ഞ റിസൾട്ട് എങ്ങോട്ട് പോകും? തിരിച്ച് പ്രൈമറി മെമ്മറിയിൽ പോയിട്ട് സ്റ്റോർ ആവും. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് കീബോർഡ് വഴി
സിസ്റ്റത്തിലേക്ക് കൊടുത്താൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 2ഉം 3ഉം ഫസ്റ്റ് പ്രൈമറി മെമ്മറി പോയി സ്റ്റോർ ആവും. ദെൻ പ്രൈമറി മെമ്മറിയിൽ നിന്ന് അത് എങ്ങോട്ടെത്തും? അരിത്തമാറ്റിക് ലോജിക് യൂണിറ്റിലെത്തും. ദെൻ അവിടെ നിന്ന് ഓപ്പറേഷൻ പെർഫോം ചെയ്യും. ഫോർ എക്സാമ്പിൾ 2 + 3 ആഡ് ചെയ്തിട്ടുള്ള റിസൾട്ട് 5. അത് തിരിച്ച് എങ്ങോട്ട് പോകും? പ്രൈമറി സ്റ്റോറേജിലേക്ക് പോകും. ദെൻ പ്രൈമറി സ്റ്റോറേജിൽ നിന്ന് അത് ഒന്നിക്കൽ ഔട്ട്പുട്ട്, അതായത് നമുക്ക് മോണിറ്ററിലേക്കോ അല്ലെങ്കിൽ പ്രിൻ്ററിലേക്കോ നമുക്ക് എന്ത് ചെയ്യാം? ഡിസ്പ്ലേ മോണിറ്ററിലേക്ക് നമുക്ക് ഡിസ്പ്ലേ ചെയ്യിക്കാം, അല്ലെങ്കിൽ ഒരു ഹാർഡ് കോപ്പി വേണമെങ്കിൽ നമുക്കത് പ്രിൻ്ററിലേക്ക് കൊടുക്കാം. ഓക്കെ, അല്ലെങ്കിൽ നമുക്കത് എന്ത് ചെയ്യാൻ പറ്റും? സെക്കൻഡറി സ്റ്റോറേജിൽ പോയിട്ട് സേവ് ചെയ്യാം. ഓക്കെ, സോ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ ഒക്കെ തന്നെയാണ് ഇവിടെ പറയുന്നത്. എന്താണ് ഇൻപുട്ട്? ഇൻപുട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദി പ്രോസസ് ഓഫ് എൻറ്ററിങ് ഡേറ്റ ആൻഡ് ഇൻസ്ട്രക്ഷൻ ഇൻ ടു കമ്പ്യൂട്ടർ സിസ്റ്റം. സ്റ്റോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സേവിങ് ഡേറ്റ ആൻഡ് ഇൻസ്ട്രക്ഷൻ ടു മേക്ക് ദം readily available for initial or additional processing whenever required. Then processing, performing arithmetic operations, അതായത് ആഡ്, സബ്ട്രാക്റ്റ്, മൾട്ടിപ്ലൈ, ഡിവൈഡ് എക്സെട്ര ഓർ ലോജിക്കൽ ഓപ്പറേഷൻസ്, അതായത് കമ്പാരിസൺ, ലെസ് ദാൻ, ഗ്രേറ്റർ ദാൻ, ലെസ് ദാൻ ഓർ ഈക്വൽ ടു, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു, അങ്ങനത്തെ എന്ത് കമ്പാരിസൺ ഓപ്പറേഷൻ അതൊക്കെ പെർഫോം ചെയ്യാം. ഓക്കെ, then on data to convert them into what useful information. Then output എന്ന് പറയുന്നത് the process of producing useful information or result for the user such as printer, report or visual display. ഓക്കെ, വിഷ്വൽ ഡിസ്പ്ലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ മോണിറ്റർ, പ്രിൻ്റർ, റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ നമ്മളുടെ പ്രിൻ്റർ. ഓക്കെ, ദെൻ കൺട്രോൾ യൂണിറ്റ് എന്താ ചെയ്യുന്നത്? ഡിറക്റ്റിംഗ് ദി മാനർ ആൻഡ് സീക്വൻസ് ഇൻ വിച്ച് ഓൾ ഓഫ് ദി ഓപ്പറേഷൻസ് ആർ പെർഫോംഡ്. ഓക്കെ, ദെൻ ഓരോ യൂണിറ്റ്സിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ട് ഡിസ്ക്രിപ്ഷനാണ് താഴെ പറയുന്നത്. ഓക്കെ, നമുക്ക് ജസ്റ്റ് ഒന്ന് വായിച്ചു പോവാം. ഡേറ്റ ആൻഡ് ഇൻസ്ട്രക്ഷൻസ് മസ്റ്റ് എൻറ്റർ എ കമ്പ്യൂട്ടർ സിസ്റ്റം ബിഫോർ ദി കമ്പ്യൂട്ടർ ക്യാൻ പെർഫോം എനി കമ്പ്യൂട്ടേഷൻ ഓൺ ദി സപ്ലൈ ഡേറ്റ. The input unit that links a computer with its external environment to perform this task. ഓക്കെ, ഇത് മനസ്സിലായല്ലോ. അതായത് ഏതൊരു പ്രോസസ്സും നടത്തുന്നതിൻ്റെ മുന്നേ എന്താണ്, ആ ഒരു ഡേറ്റ എന്ന് പറയുന്നത് സിസ്റ്റത്തിലേക്ക് കിട്ടണം. ആ സിസ്റ്റത്തിലേക്ക് ഏത് ഡേറ്റയിലാണോ നമുക്ക് പ്രോസസ്സിങ് ചെയ്യേണ്ടത് അത് നമുക്ക് സിസ്റ്റത്തിലേക്ക് കിട്ടണം. ആ സിസ്റ്റത്തിലേക്ക് കിട്ടുന്നത് ഏത് വഴിയാണ്? ഇൻപുട്ട് യൂണിറ്റിൽ വഴിയാണ്. Okay, data and instruction enter a computer through an input unit in a form that depends upon the input device. അപ്പോൾ അത് ഇൻപുട്ട് ഡിവൈസിനെ ഡിപ്പെൻഡ് ചെയ്യും. ഏത് രീതിയിലാണ് അത് കമ്പ്യൂട്ടറിലേക്ക് കൊടുക്കേണ്ടത്? ഒന്നുകിൽ കീബോർഡ്, അതായത് ടൈപ്പിംഗ് വഴിയാവാം, അല്ലെങ്കിൽ സ്കാനർ വഴി ആവാം. സ്കാനർ വഴി സ്കാൻ ചെയ്തിട്ട് ആവാം. ഓക്കെ, however a computer's memory is designed to accept input in binary code and hence all input device must transform input signal to binary code. Units called input interfaces accomplish this transformation. ഓക്കെ, അപ്പം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അപ്പം നമ്മൾ ഡേറ്റ കൊടുക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് ഹ്യൂമൻ റീഡബിൾ ഫോം ആയിരിക്കും. ഓക്കെ, നമ്മളുടെ ഡേറ്റയൊക്കെ. അപ്പോൾ ആ ഡേറ്റ ആർക്ക് മനസ്സിലാവില്ല? കമ്പ്യൂട്ടറിന് മനസ്സിലാവില്ല. കമ്പ്യൂട്ടറിന് മനസ്സിലാവുക ആകെ എന്ത് മാത്രമേ ഉള്ളൂ? ആ ഒരു ബൈനറി 1 and 0, അതിൻ്റെ ഒരു കോമ്പിനേഷൻ, അത് മാത്രമാണ് ആർക്ക് മനസ്സിലാവുക? കമ്പ്യൂട്ടറിന് മനസ്സിലാവുക. അപ്പോൾ നമ്മൾ കൊടുത്ത ആ ഒരു ഡേറ്റ എന്താണ്? ബൈനറി കോഡിലേക്ക് കൺവേർട്ട് ചെയ്യണം. അതിനുള്ള യൂണിറ്റാണ് എന്തെന്ന് പറയുന്നത്? ഇൻപുട്ട് ഇൻ്റർഫേസ്. അപ്പം ഓരോ ഡിവൈസിൻ്റെയും ക്യാരക്ടറിസ്റ്റിക്സിനനുസരിച്ചിട്ട് ഓരോ ഇൻപുട്ട് ഇൻ്റർഫേസ് ഉണ്ടായിരിക്കും. ഓക്കെ, അത് അതിൻ്റെ ബൈനറി കോഡിലേക്ക് കൺവേർട്ട് ചെയ്യും. അതുപോലെ തന്നെയാണ് ഇൻ ദി കേസ് ഓഫ് ഔട്ട്പുട്ട് ഡിവൈസിനും ഇങ്ങനെ ഔട്ട്പുട്ട് ഇൻ്റർഫേസ് യൂണിറ്റ് ഉണ്ടായിരിക്കും. അത് ബൈനറി കോഡിന്, ഇപ്പോൾ ഇൻപുട്ട് ഇൻ്റർഫേസ് ആകുമ്പം നമ്മൾ കൊടുത്ത ഡേറ്റേനെ എന്താവും? അതായത് ഹ്യൂമൻ റീഡബിൾ ഫോം ബൈനറി കോഡിലേക്ക് കൺവേർട്ട് ആവുന്നു. ഔട്ട്പുട്ട് ഇൻ്റർഫേസ് എന്തായിരിക്കും ചെയ്യുക? തിരിച്ച് ബൈനറി കോഡിനെ ഹ്യൂമൻ റീഡബിൾ ഫോം ആക്കും. ഓക്കെ,
So in short, an input unit perform the following functions. എന്തൊക്കെയാണ്? It accepts or read instructions and data from outside world. It converts this instruction data in computer acceptable form, അതായത് binary code. It supplies the converted instruction and data to the computer system for further processing. ഓക്കെ, ഇനി അടുത്തത് ഏതൊക്കെയാണ് ഡിവൈസസ്? നമുക്കറിയുന്നതൊക്കെയാണ്: കീബോർഡ്, മൗസ്, ജോയ്സ്റ്റിക്ക്, ട്രാക്ക് ബോൾ, ലൈറ്റ് പെൻ, ഗ്രാഫിക് ടേബിൾ, സ്റ്റോറേജ് ഡിവൈസസ് ലൈക്ക് മാഗ്നറ്റിക് ടേപ്പ്. ഒരു മിനിറ്റ്. അപ്പം ഇതിൽ ഇൻപുട്ട് ഡിവൈസസ് ഇതൊക്കെയാണ് വരുന്നത്. ദെൻ സ്റ്റോറേജ് ഡിവൈസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാഗ്നറ്റിക് ടേപ്പ്, മാഗ്നറ്റിക് കാസറ്റ്സ്, മാഗ്നറ്റിക് ഡിസ്ക്, ഫ്ലോപ്പി ഡിസ്ക്, ഒപ്റ്റിക്കൽ ഡിസ്ക്, ഡ്രൈവ്. പിന്നെ എന്താണ്, ഇൻപുട്ട് ഡിവൈസസ് തന്നെ വേറെയും വരുന്നുണ്ട്: ഇമേജ് സ്കാനേഴ്സ്, ഒപ്റ്റിക്കൽ സ്കാനേഴ്സ്, OMR ഒപ്റ്റിക്കൽ മാർക്ക് റീഡർ, OMR, then optical character reader, OCR, and barcode reader. Okay, then magnetic character reader, അങ്ങനെ ടച്ച് സ്ക്രീൻ ആൻഡ് വോയിസ് റെക്കഗ്നിഷൻ സിസ്റ്റം. ഇതൊക്കെ എന്താണ്? ഇൻപുട്ടാണ്. ഈ ഇൻപുട്ട് ഡിവൈസിൻ്റെ ഉള്ളിൽ കുറച്ച് സ്റ്റോറേജ് ഡിവൈസസ് പറഞ്ഞിട്ടുണ്ട്: മാഗ്നറ്റിക് ടേപ്പ്, മാഗ്നറ്റിക് കാസറ്റ്സ്, മാഗ്നറ്റിക് ഡിസ്ക്, ഫ്ലോപ്പി ഡിസ്ക്. ഓക്കെ, ഇതൊക്കെ സ്റ്റോറേജ് ഡിവൈസസ് ആണ്. ദെൻ ഔട്ട്പുട്ട് യൂണിറ്റ്സ്. ഔട്ട്പുട്ട് യൂണിറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? The output unit perform the reverse operation of that an input unit. It supplies information obtained from data processing to outside world. അപ്പോൾ നമ്മൾ കൊടുത്ത ആ ഒരു ഡേറ്റ ഇൻപുട്ട് ഡിവൈസിൽ നിന്ന് കമ്പ്യൂട്ടർ സിസ്റ്റത്തിലെത്തി. ദെൻ ആ കമ്പ്യൂട്ടർ സിസ്റ്റത്തിൽ നിന്ന് ആ ഡേറ്റ പ്രോസസ്സ് ചെയ്തു. ദെൻ എന്താണ്? അത് ഔട്ട്പുട്ട് ചെയ്തു. ഓക്കെ, അതാണ് ഔട്ട്പുട്ട് യൂണിറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഔട്ട്സൈഡ് വേൾഡിന് കൊടുക്കുകയാണ്. ഹെൻസ് ലിങ്ക്സ് എ കമ്പ്യൂട്ടർ വിത്ത് ഇറ്റ്സ് എക്സ്റ്റേണൽ എൻവിറോൺമെൻറ്റ്. ഓക്കെ, അപ്പം നമ്മളെ കമ്പ്യൂട്ടറും എക്സ്റ്റേണൽ എൻവിറോൺമെൻറ്റുമായിട്ട് കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആക്കി. ആസ് കമ്പ്യൂട്ടേഴ്സ് വർക്ക് വിത്ത് ബൈനറി കോഡ്, ദി റിസൾട്ട് പ്രൊഡ്യൂസ്ഡ് ആർ ഓൾസോ ഇൻ ബൈനറി ഫോം. Therefore, before supplying the result to the outside world, the system must convert them into human acceptable or readable form. Okay, units called what output interface accomplish this task. നമ്മൾ പറഞ്ഞു, ഞാൻ നേരത്തെ പറഞ്ഞു. Then output interfaces match the unique physical or electrical characteristics of output device to requirements of external environment. Okay, then output unit പെർഫോം ചെയ്യുന്ന ടാസ്ക് ജസ്റ്റ് ഒരു ഷോർട്ടായിട്ട് പറഞ്ഞതാണ്. എന്തൊക്കെയാണ്? To accept the result produced by the computer which are encoded from in coded form and hence cannot be easily understood by us. So convert this coded result to human acceptable form. It supplies this the converted result to outside world. Okay, so output devices എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീഡിയോ മീൻസ് എന്താണ്? വിഷ്വൽ ഡിസ്പ്ലേ യൂണിറ്റ്. വിഷ്വൽ ഡിസ്പ്ലേ യൂണിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ മോണിറ്റർ ആവാം. ഓക്കെ, ദെൻ പ്രിൻറ്റേഴ്സ്, പിന്നെ പ്ലോട്ടേഴ്സ് എന്ന് പറയുന്നത് നല്ല ഗ്രാഫിക്കൽ അങ്ങനത്തെ ഇമേജസ് ഒക്കെ നല്ല ഹൈ ക്വാളിറ്റി ഗ്രാഫിക്സ് ഒക്കെ പ്രിൻറ്റ് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് പ്ലോട്ടേഴ്സ് യൂസ് ചെയ്യുന്നത്. ദെൻ സ്ക്രീൻ ഇമേജ്, പ്രൊജക്ടർ, സ്റ്റോറേജ് ഡിവൈസസ് സച്ച് ആസ് മാഗ്നറ്റിക് ഡിസ്ക്. ഓക്കെ, വോയിസ് റെസ്പോൺസ് സിസ്റ്റം. ദെൻ മെമ്മറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഡേറ്റ ആൻഡ് ഇൻസ്ട്രക്ഷൻസ് എൻറ്റേർഡ് ഇൻ ടു എ കമ്പ്യൂട്ടർ സിസ്റ്റം ത്രൂ ഇൻപുട്ട് യൂണിറ്റ്സ് ഹാവ് ടു ബി സ്റ്റോർഡ് ഇൻസൈഡ് ദി കമ്പ്യൂട്ടർ ബിഫോർ ആക്ച്വൽ പ്രോസസ്സിംഗ് സ്റ്റാർട്ട്സ്. അപ്പോൾ ഏതൊരു പ്രോസസ്സിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ മുന്നേ അത് എവിടെ സ്റ്റോർ ആവണം? മെമ്മറിയിൽ സ്റ്റോർ ആവണം. Then similarly, results produced by a computer after processing have been kept somewhere inside the computer system before being passed on to its output device. അപ്പം ഞാൻ ആ ഒരു 2ഉം 3 എക്സാമ്പിൾ പറഞ്ഞില്ലേ, അതാണ് പറയുന്നത്. അപ്പം നമ്മളുടെ ആ ഒരു ഡേറ്റ 2ഉം 3ഉം ഫസ്റ്റ് ചെന്നിട്ട് എവിടെ സ്റ്റോർ ആവും? മെമ്മറിയിൽ സ്റ്റോർ ആവും. ദെൻ മെമ്മറിയിൽ നിന്നാണ് തിരിച്ച് എന്താണ് CPU പോയി അവിടുന്ന് അരിത്തമാറ്റിക് ഓപ്പറേഷൻസ് നടത്തി ദെൻ തിരിച്ച് ആ റിസൾട്ട് എവിടെ? മെമ്മറിയിലേക്ക് കിട്ടി, മെമ്മറിയിൽ സ്റ്റോർ ചെയ്ത് ദെൻ മെമ്മറിയിൽ നിന്നായിരിക്കും അത് ഔട്ട്പുട്ട് ഡിവൈസിലേക്ക് കിട്ടുക. Moreover, the intermediate result produced by the computer must also be preserved for ongoing process. Storage units of computer system caters to all these needs.
ഓക്കെ, അപ്പം സ്റ്റോറേജ് യൂണിറ്റ്സ് ആണ് ഇത് ചെയ്യുന്നത്. ഇറ്റ് പ്രൊവൈഡ് സ്പേസ് ഫോർ സ്റ്റോറിംഗ് ഡേറ്റ ആൻഡ് ഇൻസ്ട്രക്ഷൻ, ഇൻ്റർമീഡിയറ്റ് റിസൾട്ട്സ് ആൻഡ് റിസൾട്ട് ഫോർ ദി ഔട്ട്പുട്ട്. ദെൻ ഇൻ ഷോർട്ട്, സ്റ്റോറേജ് യൂണിറ്റ്സ് ഹോൾസ് എന്തൊക്കെയാണ്? ഡേറ്റ ആൻഡ് ഇൻസ്ട്രക്ഷൻ റിക്വയർഡ് ഫോർ പ്രോസസ്സിംഗ്, ഇൻ്റർമീഡിയറ്റ് റിസൾട്ട് ഓഫ് പ്രോസസ്സിംഗ്. ഇൻ്റർമീഡിയറ്റ് റിസൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം 2ഉം 3ഉം ദെൻ 4ഉം 2 + 3 + 4 + 5 അങ്ങനെ ആണെന്ന് വിചാരിക്കുക. അപ്പം 2ഉം 3ഉം ആഡ് ചെയ്തിട്ടുള്ള റിസൾട്ട് 5 ആ 5 എവിടെ പോയി റാമിൽ സ്റ്റോർ ആവും. ദെൻ 5 + 8 സ്റ്റോർ ആവും. ഓക്കെ, അങ്ങനെ അതാണ് ഇൻ്റർമീഡിയറ്റ് റിസൾട്ട് എന്ന് പറയുന്നത്. ദെൻ ഏറ്റവും ലാസ്റ്റ് ഒരു ഫൈനൽ റിസൾട്ട്, അതും മെമ്മറിയിലേക്ക് സ്റ്റോർ ചെയ്തിട്ടാണ് ഇത് ഔട്ട്പുട്ടിലേക്ക് പോകുന്നത്. ഓക്കെ, ഫൈനൽ റിസൾട്ട് ഓഫ് പ്രോസസ്സിംഗ് ബിഫോർ ദേ ആർ റിലേറ്റഡ് ടു. മനസ്സിലായല്ലോ? അപ്പം ഇൻ്റർമീഡിയറ്റ് ഇപ്പോൾ CPU നടക്കുന്ന അപ്പോൾ അല്ലെങ്കിൽ അരിത്തമാറ്റിക് ലോജിക് യൂണിറ്റിൽ നടക്കുന്ന എല്ലാ ഓപ്പറേഷൻസും ഇപ്പോൾ അതിൻ്റെ ഒരു ഇൻ്റർമീഡിയറ്റ് റിസൾട്ടൊക്കെ ഇവിടെ മെമ്മറിയിലേക്ക് പോയിട്ട് സ്റ്റോർ ആവും. ദെൻ എന്താണ് ഏറ്റവും ഫൈനൽ റിസൾട്ടിന് വേണ്ടിയിട്ട് അത് വീണ്ടും മെമ്മറിയിൽ നിന്ന് ആക്സസ് ചെയ്യും. ദെൻ എന്തൊക്കെയാണോ ഓപ്പറേഷൻസ് വീണ്ടും നടത്തിയിട്ട് വീണ്ടും അത് ആ ഒരു ഫൈനൽ റിസൾട്ട് ഇവിടെ പോയി സ്റ്റോർ ആവും, മെമ്മറിയിൽ പോയി സ്റ്റോർ ആവും. ദെൻ എന്താണ് അത് ഔട്ട്പുട്ടിലേക്ക് കൊടുക്കും. ഓക്കെ, അപ്പോൾ ഏതൊക്കെയാണ് സ്റ്റോറേജ് യൂണിറ്റ് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞതാണ്. പ്രൈമറി മെമ്മറി, പ്രൈമറി സ്റ്റോറേജും സെക്കൻഡറി സ്റ്റോറേജും. അതിൽ പ്രൈമറി സ്റ്റോറേജ് എന്താ പറയുന്നത്? പ്രൈമറി സ്റ്റോറേജ് ഓഫ് കമ്പ്യൂട്ടർ, ഓൾസോ നോൺ ആസ് വാട്ട്? മെയിൻ മെമ്മറി, ഈസ് യൂസ്ഡ് ടു ഹോൾഡ് പീസ് ഓഫ് പ്രോഗ്രാം, ഇൻസ്ട്രക്ഷൻസ് ആൻഡ് ഡേറ്റ, ഇൻ്റർമീഡിയറ്റ് റിസൾട്ട് ഓഫ് പ്രോസസ്സിംഗ് ആൻഡ് റീസെൻ്റ്ലി പ്രൊഡ്യൂസ്ഡ് റിസൾട്ട്സ് ഓഫ് ദീസ് ജോബ്സ് ഓൺ വിച്ച് ദി കമ്പ്യൂട്ടർ ഈസ് കറൻ്റ്ലി വർക്കിംഗ്. ഓക്കെ, ഇപ്പം കറൻ്റ്ലി വർക്കിംഗ് ഏതാണോ ആ ഒരു പ്രോഗ്രാം അത് എവിടെയാണ് ഉണ്ടായിരിക്കുക? റാമിലായിരിക്കും. Okay, these piece of information are represented electronically in main memory chips. Okay, so circuitry, and while it remains in the main memory, central processing unit can access it directly at a very fast speed. ഓക്കെ, അപ്പം CPU ഈ റാമിൽ നിന്നായിരിക്കും എല്ലാ കാര്യങ്ങളും ആക്സസ് ചെയ്യുക. ദെൻ റിസൾട്ട് വീണ്ടും തിരിച്ച് റാമിലേക്ക് കൊടുക്കുക. Okay, however, primary memory can hold information only while what? Computer system powered on. Okay, അപ്പം കമ്പ്യൂട്ടർ സിസ്റ്റം പവർ ഓൺ ആയിരിക്കുന്ന സമയത്ത് മാത്രമാണ് അതിൽ ഡേറ്റ എന്താവുള്ളൂ? റിസൈഡ് ആയിട്ട് ഇരിക്കുള്ളൂ. ആസ് സൂൺ ആസ് ദി കമ്പ്യൂട്ടർ സിസ്റ്റം സ്വിച്ച് ഓഫ് എന്താണ് ഓർ റീസെറ്റ്, ദി ഇൻഫർമേഷൻ ഹെൽഡ് ഇൻ പ്രൈമറി സ്റ്റോറേജ് ഈസ് എറേസ്ഡ്. ഓക്കെ, moreover, primary storage normally has limited storage capacity. Okay, അതിന് ലിമിറ്റഡ് സ്റ്റോറേജ് കപ്പാസിറ്റി ആണുള്ളത്. അത് വെരി എക്സ്പെൻസീവ് ആണ്. ഓക്കെ, സോ അതിൽ യൂസ് ചെയ്യുന്നത് സെമി കണ്ടക്ടർ ഡിവൈസസ് ആണ്. ഓക്കെ, ദെൻ അപ്പോൾ എന്തൊക്കെയാണ് അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ട് വരുന്നത്? എന്താണ്? യൂസ്ഡ് ടു ഹോൾഡ് റണ്ണിങ് പ്രോഗ്രാം ഇൻസ്ട്രക്ഷൻസ്, യൂസ്ഡ് ടു ഹോൾഡ് ഡേറ്റ, ഇൻ്റർമീഡിയറ്റ് റിസൾട്ട് ആൻഡ് റിസൾട്ട് ഓഫ് ongoing processing of jobs, then fast in operation, small capacity and expensive. It is volatile. എന്താണ് volatile? Lows data on power dissipation. ഓക്കെ, നെക്സ്റ്റ് വരുന്നതാണ് എന്ത്? സെക്കൻഡറി സ്റ്റോറേജ് എന്ന് പറയുന്നത്. സെക്കൻഡറി സ്റ്റോറേജ് എന്ന് പറയുന്ന സമയത്ത് എന്താണ്? സെക്കൻഡറി സ്റ്റോറേജ് ഓഫ് കമ്പ്യൂട്ടർ, ഓൾസോ നോൺ ആസ് ഓക്സിലറി സ്റ്റോറേജ്. അപ്പോൾ സെക്കൻഡറി സ്റ്റോറേജിന് നമ്മൾ വേറൊരു പേരും കൂടെ പറയും. എന്താണ്? ഓക്സിലറി സ്റ്റോറേജ് ഈസ് ടേക്ക് കെയർ ഓഫ് ലിമിറ്റേഷൻ ഓഫ് പ്രൈമറി സ്റ്റോറേജ്. അതായത് ആ ഒരു ഡേറ്റ ലോസ് ആവുന്ന ആ ഒരു പ്രോബ്ലം ഉണ്ടല്ലോ, അത് സോൾവ് ചെയ്യുന്നത് ഏത് വഴിയാണ്? സെക്കൻഡറി സ്റ്റോറേജ് വഴിയാണ്. ദാറ്റ് ഈസ് ഇറ്റ് supplements the limited storage capacity and the volatile characteristics of primary storage. അപ്പോൾ ഹാർഡ് ഡിസ്ക് എന്നൊക്കെ പറയുമ്പോൾ നമുക്കറിയാം എന്താണ് അതിൻ്റെ കപ്പാസിറ്റി. ഓക്കെ, റാമിന് അത്രയും കപ്പാസിറ്റി വരില്ല. ദിസ് ഈസ് ബിക്കോസ് സെക്കൻഡറി സ്റ്റോറേജ് ഈസ് മച്ച് ചീപ്പർ. അപ്പം സെക്കൻഡറി സ്റ്റോറേജ് എന്ന് പറയുന്നത് റാമിനെക്കാട്ടും പ്രൈമറി അതായത് റാമിനെക്കാട്ടും എന്താണ് ചീപ്പറാണ്. And it can retain information even when a computer system switched off or reset. ഓക്കെ, അതിൽ ഡേറ്റ ലോസ് ആവുന്നില്ല. അത് പെർമനൻ്റ് ആയിട്ട് അവിടെ സേവ് ആയിട്ട് കിടക്കും. പിന്നെ നമുക്ക് ആവശ്യമുള്ള സമയത്ത് അത് റിട്രീവ് ചെയ്തിട്ട് എടുക്കാൻ പറ്റും. ഓക്കെ, സെക്കൻഡറി സ്റ്റോറേജ് ഹോൾഡ്സ് ദി പ്രോഗ്രാം ഇൻസ്ട്രക്ഷൻ ഡേറ്റ ആൻഡ് ഇൻഫർമേഷൻ ഓഫ് ദോസ്
jobs on which the computer system is currently not working but needs to hold them for processing later. Okay, കറൻ്റ്ലി വർക്കിംഗ് ആയിട്ടുള്ളതൊക്കെ എവിടെ ഉണ്ടാവുക, റാമിലായിരിക്കും. പിന്നെ സെക്കൻഡറി സ്റ്റോറേജിൽ ഉണ്ടായിരിക്കുക, ഇപ്പം വർക്ക് ചെയ്യാത്തതായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്കത് ലേറ്റർ യൂസിന് അത് ലോഡ് ചെയ്യുന്ന സമയത്ത് അത് സെക്കൻഡറി സ്റ്റോറേജിൽ നിന്ന് എങ്ങോട്ട് ലോഡാവും, റാമിലേക്ക് ലോഡാവും. ദെൻ റാമിൽ നിന്ന് എന്തൊക്കെയാണോ പ്രോസസ്സിങ് നടത്തിയ ആ ഒരു ഡേറ്റ റാമിൽ നിന്ന് വീണ്ടും നമുക്ക് സെക്കൻഡറി സ്റ്റോറേജിലേക്ക് സേവ് ചെയ്തിട്ട് വെക്കാം. അപ്പോൾ സെക്കൻഡറി സ്റ്റോറേജ് ചെയ്യുന്നത് എന്തൊക്കെയാണ്? ഇറ്റ് ഈസ് യൂസ്ഡ് ടു ഹോൾഡ് stored program instructions, then used to hold data and information of stored jobs, slower than primary storage, large capacity, cheaper than what primary storage, it retain data even without power. Okay, then central processing unit. അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ് എന്ന് പറയുന്നത് നമ്മളുടെ ബ്രെയിൻ ഓഫ് എനി കമ്പ്യൂട്ടർ in a computer system. Okay, all major calculation and comparisons are made inside the CPU. Okay, അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ അതൊക്കെ ചെയ്യുന്നത് ALUലാണ്. കൺട്രോൾ യൂണിറ്റ് അതിൻ്റെ ആ ഒരു മാനേജ്മെൻറ്റ്, ഏത് സീക്വൻസിൽ ഓപ്പറേഷൻസ് പെർഫോം ചെയ്യണം എന്നുള്ളതൊക്കെ അത് ചെയ്യും. ഓക്കെ, ALU ഇത് നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഇവിടെയും പറയുന്നത്. ജസ്റ്റ് ഒന്ന് വായിച്ചു പോവാം. ദി അരിത്തമാറ്റിക് ആൻഡ് ലോജിക് യൂണിറ്റ് ഓഫ് എ കമ്പ്യൂട്ടർ സിസ്റ്റം ഈസ് ദി പ്ലേസ് വേർ ദി ആക്ച്വൽ എക്സിക്യൂഷൻ ഓഫ് ഇൻസ്ട്രക്ഷൻ ടേക്ക് പ്ലേസ് ഡ്യൂറിങ് ഡേറ്റ പ്രോസസ്സിംഗ് ഓപ്പറേഷൻ. അതായത് അഡീഷൻ, സബ്ട്രാക്ഷൻ അതൊക്കെയാണ് ഡേറ്റ പ്രോസസ്സിംഗ്. ഓൾ അരിത്തമാറ്റിക് ആൻഡ് ലോജിക് ഓപ്പറേഷൻസ് ആർ മെയ്ഡ് ഇൻ ALU. Okay, comparison ഓപ്പറേഷനും arithmetic ഓപ്പറേഷൻസും. The data and instructions stored in primary memory prior to processing are transferred as and when needed to the ALU. Where processing take place, intermediate result generated in the ALU are temporarily transferred back to the primary storage until needed at a later ടൈം. ഓക്കെ, നമ്മൾ പറഞ്ഞതാണ് പ്രൈമറി മെമ്മറിയിലേക്കും ആദ്യം ഇൻഫർമേഷൻസ് അല്ലെങ്കിൽ ഡേറ്റ ഉണ്ടായിരിക്കുക. ആ ഡേറ്റ എന്താണ് പ്രോസസ്സ് ചെയ്യേണ്ടതാണെങ്കിൽ എങ്ങോട്ട് പോകും? ALUയിലേക്ക് പോകും. ദെൻ ALUന്ന് തിരിച്ചിട്ട് അത് ഫൈനൽ റിസൾട്ട് ആയിരിക്കാം, അല്ലെങ്കിൽ അതിന് ഇൻ്റർമീഡിയറ്റ് ഉണ്ടെങ്കിൽ ആ ഇൻ്റർമീഡിയറ്റ് റിസൾട്ട് പ്രൈമറി സ്റ്റോറേജിലേക്ക് കൊടുക്കും. ദെൻ പ്രൈമറി സ്റ്റോറേജിൽ നിന്ന് തിരിച്ചത് അതിന് ആവശ്യമുണ്ടെങ്കിൽ അത് തിരിച്ച് എടുക്കുകയും ചെയ്യും. ഓക്കെ, data may thus move from primary memory to ALU and back again to primary memory many times before the processing is over. After the completion of processing, the final result are also transferred to the primary storage. The type and number of arithmetic and logic operations that computer can perform is determined by engineering design of ALU. Okay, അതൊക്കെ ഡിപ്പെൻഡ് ചെയ്തത് ഇതൊക്കെ എത്ര അരിത്തമാറ്റിക് ഓപ്പറേഷൻസ് അല്ലെങ്കിൽ ലോജിക് ഓപ്പറേഷൻസ് പെർഫോം ചെയ്യാം അതൊക്കെ ഈ ഓരോ കമ്പ്യൂട്ടറിൻ്റെയും അതിനെ ഡിപ്പെൻഡ് ചെയ്യും ALU. ഓക്കെ, ദെൻ കൺട്രോൾ യൂണിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? കൺട്രോൾ യൂണിറ്റ് ആക്ട് ആസ് ദി വാട്ട് നെർവ് സെൻറ്റർ. ഓക്കെ, കൺട്രോൾ യൂണിറ്റ് ആണ് നെർവ് സെൻറ്ററായിട്ട് ആക്ട് ചെയ്യുന്നത്. നെർവ് സെൻറ്റർ ഓഫ് ദി കമ്പ്യൂട്ടർ ബിക്കോസ് കൺട്രോൾസ് and coordinates the entire computer system. Okay, it obtains instruction from the program stored in primary memory, interprets the instruction and issues signals that cause other units of computer system to execute them. Okay, control units perform the following functions. എന്തൊക്കെയാണ് ഫങ്ഷൻസ് പെർഫോം ചെയ്യുന്നത്? ഒന്ന്, ഫെച്ചസ് ദി ഇൻസ്ട്രക്ഷൻ. അപ്പോൾ കൺട്രോൾ യൂണിറ്റ് ആണ് എന്ത് ചെയ്യുന്നത്? റാമെന്ന് അല്ലെങ്കിൽ പ്രൈമറി സ്റ്റോറേജിൽ നിന്ന് ഇൻസ്ട്രക്ഷൻസ് ഫെച്ച് ചെയ്യുന്നത്. ഓക്കെ, ദെൻ ലൊക്കേഷൻ പോയിൻറ്റഡ് ടു ബൈ ദി പ്രോഗ്രാം കൗണ്ടർ രജിസ്റ്റർ. അപ്പം പ്രോഗ്രാം കൗണ്ടർ രജിസ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് പ്രോഗ്രാം കൗണ്ടർ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ, പ്രോഗ്രാം കൗണ്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദി നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻ ടു ബി എക്സിക്യൂട്ടഡ്, അടുത്ത ഇൻസ്ട്രക്ഷൻ ഏതാണോ, ഇപ്പോൾ ഇൻസ്ട്രക്ഷൻ ഓരോ എന്താണ് അടുത്ത ഇൻസ്ട്രക്ഷൻ ഏതാണോ എക്സിക്യൂട്ട് ചെയ്യേണ്ടത് ആ ഇൻസ്ട്രക്ഷൻ സ്റ്റോർ ചെയ്തിരിക്കുന്ന പ്ലേസിനെയാണ് പ്രോഗ്രാം കൗണ്ടർ. നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ടും പോകണ്ട, ജസ്റ്റ് എക്സാമിനൊക്കെ സാധാരണ ചോദിക്കാറുണ്ട് എന്താണ് വാട്ട് ഈസ് പ്രോഗ്രാം കൗണ്ടർ. അപ്പോൾ ഇറ്റ് സ്റ്റോർസ് ദി എന്താണ് നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻ ടു ബി എക്സിക്യൂട്ടഡ്. ഓക്കെ, അതാണ് പ്രോഗ്രാം കൗണ്ടറിൽ ഉണ്ടായിരിക്കുക. അപ്പോൾ പ്രോഗ്രാം കൗണ്ടർ പോയിൻ്റ് ചെയ്തിരിക്കുന്ന ആ ഒരു ഇൻസ്ട്രക്ഷൻ എന്ത് ചെയ്യും? പ്രൈമറി മെമ്മറിയിൽ നിന്ന് ഫെച്ച് ചെയ്യും. പിന്നെ എന്ത് ചെയ്യും? അത് ഡീകോഡ് ചെയ്യും, ദെൻ എക്സിക്യൂട്ട് ചെയ്യും, ദെൻ
Okay, executes the instruction by means of sequential series of control signals to other components of the CPU. Then controls all data transfer between various components, both external, അതായത് മെമ്മറി ആൻഡ് ഇൻറ്റേർണൽ. അപ്പം എല്ലാ ആ ഒരു ഡേറ്റ ട്രാൻസ്ഫറിനെയും കൺട്രോൾ ചെയ്യുന്നത് ഈ കൺട്രോൾ യൂണിറ്റ് ആണ്. അതായത് മെമ്മറിയും ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസ് അല്ലെങ്കിൽ ഇൻറ്റേർണലായിട്ട് എന്തൊക്കെയാണോ ഡേറ്റ ട്രാൻസ്ഫർ മൊത്തം കൺട്രോൾ ചെയ്യുന്നത് ഈ കൺട്രോൾ യൂണിറ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ആ ഒരു മോഡലിനെ പറ്റിയിട്ട് ഒരു സിമ്പിൾ മോഡൽ ഓഫ് എ കമ്പ്യൂട്ടർ പറയുന്നത്. ഓക്കെ.